എനിക്ക് 2 ഭാര്യമാരുണ്ട്. ഒരിക്കൽ എൻ്റെ സുഹൃത്ത് എന്നോട് പങ്കുവച്ച അനുഭവം, അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഓജസ് കറിയ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ശക്തമായ വിവാഹബന്ധത്തിൻ്റെ അനിവാര്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ സീരീസിലെ 7ാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. സുഹൃത്ത് പറഞ്ഞ അനുഭവത്തിലേക്ക് കിടക്കാം. സുഹൃത്ത് പറഞ്ഞ ഇങ്ങനെയാണ്: എനിക്ക് 2 ഭാര്യമാരുണ്ട്. ഒന്ന്, കർപ്പൂരമെരിയുന്ന കതിർ മണ്ഡപത്തിൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സാന്നിധ്യത്തിൽ താലികെട്ടിയ ഭാര്യ, സ്വന്തം ഭാര്യ. പ്രതീക്ഷയുടെ പാരമ്പര്യയിൽ വിവാഹത്തിലേക്ക് നടന്നെടുത്ത സുഹൃത്ത് വിവാഹത്തിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരു ചായയുമായി ഭാര്യ വരുമെന്ന് പ്രതീക്ഷിച്ചു. കുറച്ച് കഴിഞ്ഞിട്ടും കിട്ടിയില്ല. സാധാരണ സംഭവിക്കുന്നത് പോലെ അമ്മ ചായ കൊണ്ടുവന്ന് കുടിച്ചു. ഭാര്യയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, രാവിലെ ഒരു ചായ ഇട്ട് തന്നൂടെയെന്ന്. പക്ഷേ ചോദിച്ചില്ല. വൈകുന്നേരമായപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒരു ചായ രാവിലെ കിട്ടുമെന്ന്. അപ്പോഴാണ് ഭാര്യ പറഞ്ഞത്, ചേട്ടാ, ഞാനും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, ചേട്ടൻ രാവിലെ ഒരു ചായയുമായിട്ട് വരുമെന്ന്. കൂട്ടുകാരൻ പറഞ്ഞ 2ാമത്തെ ഭാര്യയാണ് ഈ സങ്കല്പത്തിലെ ഭാര്യ. സങ്കല്പത്തിലെ ഭാര്യയും സങ്കല്പത്തിലെ ഭർത്താവും ഒരു പ്രശ്നമാണോ? പ്രതീക്ഷകളെ എങ്ങനെ മാനേജ് ചെയ്യാം? വിവാഹ ജീവിതത്തിലെ യാഥാർത്ഥ്യമല്ലാത്ത, പറയാത്ത, അറിയാത്ത പ്രതീക്ഷകൾ നിശബ്ദമായ കൊലയാളിയാണ്. ഈ സങ്കല്പത്തിലെ ഭാര്യ തരുന്നത് നിരാശയും മോഹഭംഗങ്ങളും വെറുപ്പും വിദ്വേഷവും ഒക്കെയാണ്. നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന കാര്യം ഈ സങ്കല്പങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളിടത്താണ്. ഇവയെ നല്ലതുപോലെ മാനേജ് ചെയ്യാൻ പറ്റിയാൽ വിവാഹബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സങ്കല്പത്തിലെ ഭാര്യ അല്ലെങ്കിൽ സങ്കല്പത്തിലെ ഭർത്താവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതൊന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ, നമ്മളെ സ്വാധീനിച്ച സിനിമകൾ, നമ്മൾ വായിച്ച കഥകൾ, നമ്മൾ കടന്നുപോയ അനുഭവങ്ങൾ, നമ്മളെ സ്വാധീനിച്ച വ്യക്തികൾ, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ സങ്കല്പത്തിലെ ഭാര്യ അല്ലെങ്കിൽ സങ്കല്പത്തിലെ ഭർത്താവ് എന്ന ഒരു കാരണത്തിന് നിദാനമായിരിക്കുന്നത്. പൂർത്തീകരിക്കപ്പെടാത്ത സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ ആത്യന്തികമായിട്ട് നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകും. അവയെ അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. പ്രതീക്ഷകൾ അതെന്തു തന്നെ ആയിക്കോട്ടെ, തുറന്നു പറയുക എന്നുള്ളതാണ് അടുത്ത പടി. മനസ്സിലിരിക്കുന്നത് ഊഹിച്ചെടുത്തോട്ടെ എന്ന് പ്രതീക്ഷിക്കാതെ തുറന്നു പറയുക. എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പങ്കാളിയോട് ചോദിക്കുക. അടുത്തത്, യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാത്ത പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. നോ പാർട്ണർ ഈസ് പെർഫെക്റ്റ്. ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത് അംഗീകരിക്കുക, അത് ഉള്ളതാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ അപൂർണതയെ അംഗീകരിക്കുമ്പോഴാണ് സ്നേഹത്തിനും വളർച്ചയ്ക്കും സ്പേസ് ഉണ്ടാവുക. മറ്റൊന്ന്, പരസ്പരം മനസ്സിലാക്കുകയാണ് വേണ്ടത്. എൻ്റെ ആവശ്യം എന്നതിലുപരി നമ്മുടെ ആവശ്യം എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. തന്മയീഭാവം അല്ലെങ്കിൽ എമ്പതി നമ്മളെ പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. മാരേജ് ഈസ് എ ടീം വർക്ക്. അതുകൊണ്ട് തന്നെ കൂട്ടുത്തരവാദിത്തത്തോടെയാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകേണ്ടത്. വീട്ടുജോലി, സാമ്പത്തികം, സമയക്രമം, ഉത്തരവാദിത്തങ്ങൾ ഇവയിലൊക്കെ പൊതുധാരണ ഉണ്ടാകുന്നത് സുഗമമായ യാത്രയെ സഹായിക്കും. മറ്റൊന്ന്, എന്ത് ചെയ്തില്ല എന്നതിന് പകരം എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുന്നതാണ്. അങ്ങനെ ചെയ്ത കാര്യങ്ങളെ അംഗീകരിക്കുക, അവയെ നന്ദി വാക്കുകളിലൂടെയോ പ്രശംസയിലൂടെയോ എല്ലാ ദിവസവും പ്രകടിപ്പിക്കുക. പ്രതീക്ഷകളെ വിവാഹ ജീവിതത്തിൻ്റെ പ്രഖ്യാപിത ശത്രുവായി കണക്കാക്കേണ്ടതില്ല. പ്രതീക്ഷകളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വിവാഹ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹാശംസകളോടെ. ബൈ ബൈ.